അവധിക്കാല യാത്രാ തിരക്ക് കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സൗകര്യം മുൻനിർത്തി മംഗളൂരു സെൻട്രലിൽ നിന്ന് പോതനൂരിലേക്കുള്ള പ്രത്യേക വൺ വേ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ സർവീസ് സതേൺ റെയിൽവേ പ്രഖ്യാപിച്ചു. വേനലവധി ആരംഭിച്ചതോടെ പ്രത്യേകിച്ച് വാരാന്ത്യ ദിവസങ്ങളിൽ കേരളം വഴിയുള്ള ട്രെയിനുകളിൽ അസാധാരണമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റിസർവേഷൻ ടിക്കറ്റുകൾ ദിവസങ്ങൾക്ക് മുൻപേ മുഴുവനായും നിറയുകയും പലർക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് അധിക സർവീസായി ഈ പ്രത്യേക ട്രെയിൻ അനുവദിച്ചത്. 0613 നമ്പർ മംഗളൂരു സെൻട്രൽ പോതനൂർ വൺ വേ സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ 24 വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് മംഗളൂരു സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കും. പിറ്റേന്ന് രാവിലെ 6:15 പോതനൂർ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിച്ചേരും. ഏകദേശം 7 മണിക്കൂറിലേറെ നീളുന്ന യാത്രയിൽ കേരളത്തിലെ പ്രധാന സ്റ്റേഷനുകളിലൂടെയാണ് ട്രെയിൻ കടന്നു പോവുക. മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം രാത്രി 11:40 കാസർഗോഡ്, 12:01 കാഞ്ഞങ്ങാട്, 12:24 പയ്യന്നൂർ, 12:57 കണ്ണൂർ, 1:18 തലശ്ശേരി, 1:38 വടകര, 2:20 കോഴിക്കോട്, 2:58 തിരൂർ, 3:40 ഷൊർണൂർ, 4:40 പാലക്കാട് എന്നിവിടങ്ങളിൽ ട്രെയിൻ എത്തിച്ചേരും. തുടർന്ന് രാവിലെ 6:15 പോതനൂരിൽ എത്തി സർവീസ് അവസാനിപ്പിക്കും. മലബാർ മേഖലയിലെയും മധ്യ കേരളത്തിലെയും യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായ രീതിയിലാണ് ട്രെയിനിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേക ട്രെയിനിൽ വിവിധ വിഭാഗങ്ങളിലുള്ള യാത്രക്കാർക്കായി മതിയായ കോച്ചുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 AC 2 ടയർ കോച്ചുകൾ, 8 AC 3 ടയർ കോച്ചുകൾ, 6 സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ, 4 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ കൂടാതെ ഭിന്നശേഷിക്കാർക്ക് സൗഹൃദപരമായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക സെക്കൻഡ് ക്ലാസ് കോച്ചും ട്രെയിനിലുണ്ടാകും. അതിനാൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജോലി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധാരണ യാത്രക്കാർക്കും ഒരുപോലെ ഈ സർവീസ് സഹായകരമാകും. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ഓൺലൈൻ സംവിധാനത്തിലൂടെയും റെയിൽവേ റിസർവേഷൻ കൗണ്ടറുകളിലൂടെയും ടിക്കറ്റുകൾ ലഭ്യമാണ്. മംഗളൂരുവിൽ നിന്ന് പോതനൂരിലേക്കുള്ള മുഴുവൻ ദൂരത്തിനുള്ള സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് നിരക്ക് 380 രൂപയാണ്. AC 3 ടയർ ക്ലാസിന് 995 രൂപയും AC 2 ടയർ ക്ലാസിന് 1330 രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. വേനലവധി കാരണം യാത്രാ ആവശ്യകത വളരെ കൂടുതലായതിനാൽ ടിക്കറ്റുകൾ വേഗത്തിൽ തീരാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ യാത്രക്കാർ എത്രയും പെട്ടെന്ന് ബുക്കിംഗ് നടത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിക്കുന്നതിൽ റെയിൽവേയുടെ ആശയവിനിമയത്തിലെ വീഴ്ചയും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തിരുവനന്തപുരം മുതൽ ചെന്നൈയിലേക്ക് അടുത്തിടെ അനുവദിച്ച പ്രത്യേക ട്രെയിൻ സംബന്ധിച്ചുള്ള അറിയിപ്പ് വളരെ വൈകിയാണ് യാത്രക്കാർക്ക് ലഭിച്ചത്. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 4 പുറപ്പെടേണ്ട പ്രത്യേക ട്രെയിനിനെ കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് റെയിൽവേ പുറത്തിറക്കിയത് അതിനു മുൻപുള്ള ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അറിയിപ്പ് വന്നതിനാൽ ഭൂരിഭാഗം യാത്രക്കാരും ഈ സർവീസ് സംബന്ധിച്ച് അറിഞ്ഞിരുന്നില്ല. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് വഴി ചെന്നൈ, എഗ്മൂറിലേക്കായിരുന്നു ഈ പ്രത്യേക ട്രെയിൻ സർവീസ് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ സമയബന്ധിതമായി വിവരം അറിയിക്കാത്തതിനെ തുടർന്ന് യാത്രക്കാർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചില്ല. പലരും ഇതിനകം ബസ് ടിക്കറ്റുകളോ മറ്റു മാർഗങ്ങളോ ആശ്രയിച്ചിരുന്നതിനാൽ ട്രെയിൻ ഉണ്ടായിരുന്നിട്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. റെയിൽവേയുടെ സാമൂഹിക മാധ്യമ പേജുകളിലും വെബ്സൈറ്റുകളിലും പോലും ഈ വിവരം വ്യക്തമായി പ്രചരിപ്പിച്ചില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. തിരിച്ചുള്ള സർവീസ് ബുധനാഴ്ച മധുര വഴിയായിരുന്നു ക്രമീകരിച്ചിരുന്നത്. എന്നാൽ അതിന്റെയും സമയക്രമം സംബന്ധിച്ച വ്യക്തത കുറവായിരുന്നതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടിയിരുന്നു. അവധിക്കാലത്ത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രാ തിരക്ക് ഏറ്റവും കൂടുതലാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഉത്സവ അവധിക്കാല സന്ദർശകർ, ജോലി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ എന്നിവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കേരളത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന ട്രെയിനുകളായ മലബാർ എക്സ്പ്രസ്, പരശുറാം എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് തുടങ്ങിയവയിൽ പല ദിവസങ്ങളിലും വെയിറ്റിംഗ് ലിസ്റ്റ് 100-ൽ കവിഞ്ഞിരിക്കുകയാണ്. ചില ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്നും പ്രഖ്യാപനങ്ങൾ യാത്രക്കാരിലേക്ക് സമയബന്ധിതമായി എത്തിക്കണമെന്നും വിവിധ യാത്രാ സംഘടനകളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. വിവിധ റൂട്ടുകളിലായി പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിക്കുന്നതിന് പുറമെ അവയുടെ സമയം, സ്റ്റോപ്പുകൾ, ടിക്കറ്റ് നിരക്ക്, റിസർവേഷൻ ആരംഭിക്കുന്ന സമയം തുടങ്ങിയ വിവരങ്ങൾ കുറഞ്ഞ 2 മുതൽ 3 ദിവസം മുൻപെങ്കിലും പൊതുജനങ്ങളെ അറിയിക്കണമെന്നാണ് പൊതുവായ ആവശ്യം. അങ്ങനെ ചെയ്താൽ മാത്രമേ യാത്രക്കാർക്ക് യഥാർത്ഥത്തിൽ ഈ സർവീസുകളുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.